എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി കോഴ്സുകളിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് 4ാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിലേക്ക് വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ഓപ്ഷൻ നൽകുന്നതിനായിട്ട് അവസാന അവസരം 2024-25 അധ്യയന വർഷത്തെ ആയുർവേദം, അതായത് BA-MS, അതുപോലെ തന്നെ ഹോമിയോപ്പതി, അതായത് BHMS, അതുപോലെ തന്നെ സിദ്ധ, യുനാനി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് പുതുതായിട്ട് വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള സൗകര്യമാണ് നിലവിൽ ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് വഴി വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കുക. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഡിസംബർ 12-ാം തീയതി രാവിലെ 11 മണി വരെയാണ് ഈ ഒരു സൗകര്യം ലഭ്യമായിട്ടുള്ളത്. 3ാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് ശേഷം നിലവിൽ ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിനായിട്ടാണ് 4ാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് നടത്തുന്നത്. 3ാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അതായത് എത്ര സീറ്റാണ് ഒഴിവുള്ളത് എന്നുള്ളത്. അതുപോലെ തന്നെ മുൻ അലോട്ട്മെൻറ്റുകളെ ബാധിക്കാത്ത രീതിയിലായിരിക്കും സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. കീം 2024 വഴി പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അപേക്ഷകൾ ഇതുവരെ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കീം 2024 ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ഈ ഒരു രജിസ്ട്രേഷൻ നടത്തി പ്രോസ്പെക്ടസ് ക്ലോസ് 7.4 പ്രതിപാദിക്കുന്ന പ്രകാരമുള്ള ഓൺലൈൻ അപേക്ഷ വിദ്യാർത്ഥികൾ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന അക്നോളജ്മെൻറ്റ് പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് അപേക്ഷ സൂക്ഷിക്കേണ്ടതാണ്. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട്, മറ്റ് രേഖകൾ എന്നിവ പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ ഓഫീസിലേക്ക് അയക്കേണ്ടതില്ല. പ്രത്യേക ശ്രദ്ധയ്ക്ക് കീം 2024 പ്രവേശന പരീക്ഷാ കമ്മീഷണർ അതായത് മുൻപ് ഈ ഒരു അപേക്ഷ ക്ഷണിച്ച സമയത്ത്, അതായത് ആദ്യമായിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കരുത്. കീം 2024 പ്രോസ്പെക്ടസിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ഒന്നിലധികം അപേക്ഷകൾ നിങ്ങൾ നൽകിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു കാൻഡിഡേച്ചർ റദ്ദാക്കുന്നതായിരിക്കും. വിവിധ റിസർവേഷൻ കാറ്റഗറി സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിന് ഏതെങ്കിലും വരുമാനം അടിസ്ഥാനമാക്കിയിട്ടുള്ള ഫീസ് ഇളവുകൾക്കോ വേണ്ടി പരിഗണിക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ അപേക്ഷകർ ഓൺലൈൻ അപേക്ഷയോടൊപ്പം ആവശ്യമായിട്ടുള്ള അനുബന്ധ രേഖകളും, അതായത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, സംസ്ഥാന വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള നോൺ ക്രിമിനലൈസ് സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, സംവരണത്തിനോ ഫീസ് ഇളവിനോ വേണ്ടിയുള്ള ക്ലെയിമുകൾ സാധൂകരിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഓൺലൈൻ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഒരു സാഹചര്യത്തിൽ പിന്നീട് അനുബന്ധ രേഖകൾ സമർപ്പിക്കാനുള്ള അവസരം ഉണ്ടാകില്ല. അതുപോലെ തന്നെ സംവരണ സീറ്റുകളിലേക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളെ 3ാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവ് വന്ന സീറ്റുകളിലേക്ക് മാത്രമേ പരിഗണിക്കുള്ളൂ. അതുപോലെ പുതിയ അപേക്ഷ സമർപ്പിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് 26/3/2024, 15/11/2024 തീയതികളിലെ വിജ്ഞാപനങ്ങളിലെ യോഗ്യതാ വ്യവസ്ഥകൾ, അക്കാദമിക് യോഗ്യതകൾ, സമർപ്പിക്കുന്ന രേഖകൾ എന്നിവയും ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുള്ള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള സർക്കാർ അംഗീകൃത പ്രോസ്പെക്ടസും പരിശോധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ വേക്കൻസി നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വേക്കൻസി വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇവിടെ വേക്കൻസി ആയുഷ് ആൻഡ് മെഡിക്കൽ അലൈഡ് എന്നുള്ള രീതിയിൽ, അതായത് അവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ പുതുതായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ, അതായത് 4th റൗണ്ട് ആപ്ലിക്കേഷനായിട്ട്, അത് 4th റൗണ്ട് അലോട്ട്മെൻറ്റിനായിട്ട് ഉള്ള ആ ഒരു പുതുതായിട്ടുള്ള അപേക്ഷയാണ് നിലവിലുള്ളത്. ഓപ്ഷൻ രജിസ്ട്രേഷൻ തൊട്ടടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.